പിറന്നാൾ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. വിവിധ ജീവിതാവസ്ഥയിലുള്ള മനുഷ്യരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ഈ ചർച്ചാ പരിപാടി നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം മറ്റൊരു വ്യക്തിത്വം കൂടിയുണ്ട്. ആയുർവേദ ഡോക്ടറും കൗൺസിലറുമായിട്ടുള്ള ഡോക്ടർ ടോം പയ്യപ്പള്ളിയാണ്. ഡോക്ടറെയും ഏറെ സ്നേഹത്തോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡോക്ടർ. സിസ്റ്ററെ, മനഃശാസ്ത്രത്തിൽ, പ്രത്യേകിച്ച് രോഗമനഃശാസ്ത്രത്തിൽ വികാര പ്രക്ഷോഭങ്ങൾക്ക് മാനസികാരോഗ്യവുമായി വളരെ ബന്ധമുണ്ടല്ലോ. അതുപോലെ തന്നെ ചില ധാർമ്മിക മൂല്യങ്ങളുടെ ചൂഷണങ്ങൾ ആരോഗ്യവുമായി ബാധിക്കുന്നുണ്ടോ, അല്ലെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്താലോ? തീർച്ചയായിട്ടും വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ എല്ലാം ധാർമ്മിക ഘടന, ധാർമ്മിക അവസ്ഥ അല്ലെങ്കിൽ മൂല്യബോധം, ഇതിനെല്ലാം ഒരു ശോഷണം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലുമുള്ള രീതിയിൽ ഒരു പ്രശ്നം സംഭവിച്ചാൽ അത് ഓരോരുത്തരുടെയും മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഓർക്കാം, വേറെ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അതിന് എനിക്ക് എന്താ ഇത്ര പ്രശ്നം, അല്ലെങ്കിൽ എനിക്ക് അതുമൂലം എൻ്റെ മാനസിക ആരോഗ്യം തകരുന്നുണ്ടോ എന്ന്. എല്ലാവർക്കും ഇല്ല എങ്കിൽ പോലും പലരിലും കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് മോറൽ ഇഞ്ചുറി. ഇതൊരു ടേമാണ്, ടെർമിനോളജി. മോറൽ ഇഞ്ചുറി എന്നാൽ എന്താണ്? മോറൽ ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ലളിതമായിട്ട് ഇതിനെ പറഞ്ഞു വെക്കുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായി, ആ മുറിവ് നമ്മുടെ ശരീരത്തെ ആകമാനം വേദനയിലേക്ക് നയിക്കും, അല്ലെങ്കിൽ അത് ബ്ലീഡ് ചെയ്യുന്നുണ്ട്, ആ മുറിവ് നമ്മളിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അപ്പോൾ അതൊരു ശാരീരികമായിട്ടുള്ള മുറിവാണ്, അത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ഇതുപോലെ തന്നെ മനുഷ്യന് നൽകുന്ന ഒരു മാനുഷിക മൂല്യങ്ങൾക്കൊക്കെ വില നൽകാത്ത രീതിയിൽ അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഉണ്ടാകുന്ന ചില പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചില പ്രവർത്തന രീതികൾ, ഇതെല്ലാം ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ഒരു മുറിവിനെയാണ് നമ്മൾ മോറൽ ഇഞ്ചുറി എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ യുദ്ധഭൂമിയിൽ സൈനികർ സേവനം ചെയ്യുന്നു, അല്ലേ? അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് സേവനം ചെയ്യുന്നത്. സ്വന്തം രാജ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം രാജ്യത്തിലെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് അവർ അതുപോലെ സേവനം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊരു യുദ്ധമുണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജനതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിരപരാധികളെ പോലും കൊന്നൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ നിരപരാധികളുടെ ജീവൻ എടുക്കുന്നു. ഇതുപോലെ തന്നെ ഡോക്ടേഴ്സ്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലാവരും തന്നെ മറ്റുള്ളവരുടെ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊഫഷണൽസ് എല്ലാം നിലനിൽക്കുന്നത്. പക്ഷെ കയ്യബദ്ധങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു നല്ല കാര്യമാണ് എന്നോർത്ത് ചെയ്തു, പക്ഷെ അത് പ്രശ്നമായി തീർന്നു. ഇതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളൊക്കെ ചില പരീക്ഷണങ്ങളൊക്കെ മൃഗങ്ങളിൽ നടത്തി അതിൻ്റെ പരിണിത ഫലമായിട്ട് മനുഷ്യൽ നടത്താമെന്ന് തീരുമാനിച്ചു, അല്ലെങ്കിൽ നടത്താൻ പറ്റും എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. അതിനുശേഷം ചില കാര്യങ്ങൾ ചെയ്യുന്നു, അത് ഫ്ലോപ്പാകുന്നു, കുറേ പേർക്ക് അതുമൂലം വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. ഡ്രൈവേഴ്സ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ഡ്രൈവറും വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേറൊരാൾക്ക് എന്തെങ്കിലും ഹാനികരമായത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ആരും ഡ്രൈവ് ചെയ്യാറില്ല, അല്ലേ? അപ്പം പക്ഷേ വന്നു പോകുന്നു. ഇതെല്ലാം ചിലപ്പോൾ അയാളുടെ തന്നെ ഒരു മോറൽ ഇഞ്ചുറി ആയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ അത് കണ്ടു നിൽക്കുന്നവരിൽ, കേട്ട് നിൽക്കുന്നവരിൽ അതൊരു ഇഞ്ചുറി ആയിട്ട് നിൽക്കാം. അത് ഒരാളുടെ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഇപ്പം നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളിൽ നമുക്കറിയാം അത് ധാർമ്മികമായിട്ട് ശരിയല്ല എന്നുള്ളത്, പക്ഷെ നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുക. അത് നമ്മൾ ആ കണ്ടു നിൽക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ അത് നേരിടേണ്ടി വരുന്ന ആൾക്ക് മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഞാൻ ഓർക്കുന്ന അടുത്തിടയിൽ നമുക്കറിയാം, ഈ വനമേഖലാ പ്രദേശങ്ങൾ, മലയോര പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, വന്യജീവികളുടെ പ്രശ്നങ്ങൾ, അത് അവരുടെ ശരിയായ ജീവിതത്തിന്, ജീവിത മാർഗത്തിനൊക്കെ വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഈ വയനാട്ടിൽ അടുത്തിടയ്ക്ക് ഒരു ആനയുടെ ചവിട്ടേറ്റ് മരിച്ച
ഒരു വ്യക്തിയുടെ കാര്യം. അത് പത്രത്തിലൂടെ കേട്ടറിഞ്ഞ ഒരു വ്യക്തിയാണ്. അന്ന് മുതൽ പുള്ളിക്ക് വല്ലാത്തൊരു കുറ്റബോധം, ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. അത് പതുക്കെ പുള്ളിയെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അനുദിന ജീവിതത്തിൽ നിന്ന് അയാൾ പിന്നോട്ട് മാറുന്നു. ഒരു വിഷാദത്തിലേക്ക് പതുക്കെ, നമ്മൾ പറയുന്ന ഒരു സോക്കോൾഡ് ഒരു മൂഡ് ഓഫ് ആയിട്ട് ഒരു വിഷാദത്തിലേക്ക് നയിക്കുന്നത് പോലെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ്. പിന്നീട് നമ്മുടെ ഇടയ്ക്കൽ ഒരു പ്രശ്നമായിട്ടാണ് അത് വരുന്നത്. അപ്പം നമ്മളതിൻ്റെ ഒരു കാരണം എന്നോണം നമ്മൾ ചികഞ്ഞ് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അദ്ദേഹത്തിനുണ്ടായ ആ ഒരു പ്രത്യേക സാഹചര്യത്തിലുണ്ടായ അകാരണമായ കുറ്റബോധമാണ്. അപ്പൊ അതിനെയൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണ് ഈ പറയുന്ന ഇന്റർഫിയർ ചെയ്യണേ. അതായത് നമ്മുടെ ഹിറ്റ്ലർ, ഇത് എൻ്റെ ചിന്തയിൽ ഹിറ്റ്ലർ വന്നു. ഈ ഹിറ്റ്ലർ ഇത്രയും ഒരു രീതിയിലുള്ള ആ ഒരു യുദ്ധം പ്രഖ്യാപിച്ച് അങ്ങനെ ഇത്രയും മനുഷ്യ ജീവിതങ്ങളെ ഇല്ലായ്മ ചെയ്തല്ലോ. അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് ഫിസിക്കലായിട്ടുള്ള ശാരീരികമായ പീഡനം പിതാവിൽ നിന്ന് ഏറ്റു. അത് ഒരു പരിധി വിട്ട് തന്നെ ആയിരിക്കണം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശാരീരിക പീഡനവും മാനസിക പീഡനവും കൂടി കടന്നു വന്നപ്പോഴല്ലേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ലെവലിലേക്ക് പോയി. അപ്പോൾ അത് നമുക്ക് അതൊരു ഉദാഹരണമാണ്. അതുപോലെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലും നടക്കുന്ന, ഇപ്പോൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒരു മനഃശാസ്ത്ര കോണിലൂടെ നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ അത് ഒന്ന് സിസ്റ്റർ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച്. ബാല്യത്തിലുണ്ടാകുന്ന ചില ചൂഷണങ്ങള് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അത് ഇങ്ങനെയാണ് മാനസികാരോഗ്യമായിട്ട്. തീർച്ചയായിട്ടും ഇത് ഈ പറഞ്ഞ പോലെ ഈ ഒരു ബാല്യകാലത്തുണ്ടാകുന്ന ചൂഷണങ്ങൾ നമ്മുടെ ഏത് രീതിയിലുമാകട്ടെ, ഒരു ശാരീരികമാകാം, അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു ചൂഷണമാകാം. ഇത് ആ കുഞ്ഞിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മനോഭാവ രൂപീകരണമുണ്ട്. നമ്മൾ പറയും സൈക്കോളജിക്കലി നമ്മൾ പറയും സ്കേമ ഫോം ചെയ്യുക എന്ന് പറയും. നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു സ്കേമയുണ്ട് അല്ലെ. ഒരു ധാർമ്മിക നിലപാടിന് നമുക്കൊരു സ്കേമയുണ്ട്, അല്ലെങ്കിൽ ഒരു സംസ്കാരത്തോട് പ്രതികരിക്കേണ്ട രീതിക്ക് ഒരു സ്കേമയുണ്ട്. ഇതെല്ലാം നമുക്ക് ആ ഒരു സ്കേമ ഫോം ചെയ്ത് വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടിക്കാലത്ത് ലഭിച്ചിരിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലൂടെയാണ്. പല കാര്യങ്ങളും നമ്മൾ കണ്ടും കേട്ടും പഠിച്ചു, ശാസ്ത്രീയമായി തെളിയപ്പെട്ടിരിക്കുന്നതിൻ്റെ കീഴിൽ നമ്മൾ പഠിച്ചു, ഇങ്ങനെയൊക്കെയാണ്. അപ്പം കുട്ടിക്കാലത്തുണ്ടാകുന്ന തിക്ത അനുഭവങ്ങൾ ഒരാളിൽ തന്നെ ഈ ഒരു മോറൽ ഇഞ്ചുറി രൂപപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വൂണ്ട്, ഒരു മുറിവ് ഉണങ്ങാതെ കിടക്കുകയാണെങ്കിൽ അതെപ്പോഴും മുറിവായി അവശേഷിക്കുകയും അത് സ്വന്തം വേദനയെടുക്കും, മറ്റുള്ളവർക്ക് കണ്ടു നിൽക്കുന്നവർക്കും വേദനയെടുക്കും. അപ്പോൾ ഇതുപോലെ സ്വന്തം വേദനിച്ച് ആ വേദനയുടെ തീവ്രത മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് അനുഭവിച്ചേക്കുന്നത്. ഇപ്പം എന്നും വീട്ടിൽ ഒച്ചയും ബഹളവും കേട്ട് വഴക്കും കേട്ട് വളരുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരാളോട് ദേഷ്യപ്പെടാനോ അയാളോട് ചീത്ത സംസാരിക്കാനോ വേണ്ടി വന്ന അയാൾ രണ്ട് പിടിച്ച് തല്ലാനോ ഒന്നും അവർക്ക് മടി കാണില്ല. ബിക്കോസ് അത് ആ ഒരു രൂപത്തിലാണ് അയാൾ വളർന്നു വന്നിരിക്കുന്നത്. അപ്പം മോറൽ ഇഞ്ചുറി നമുക്ക് തന്നെയും, അതായത് നമുക്ക് ഡയറക്റ്റായിട്ട് അനുഭവം ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അനുഭവിച്ച ഒരാളിലും പ്രശ്നമായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്നവരിലും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാനിപ്പോൾ സിസ്റ്റർ പറഞ്ഞപ്പോഴാണ് അത് ഓർക്കുന്നത്. എൻ്റെ മകൻ ഇപ്പോൾ 10th അപ്പോൾ അവൻ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എന്തോ ഒരു മുതിർന്ന ആളിൽ നിന്ന് അവന് ചെറിയൊരു മോശമായിട്ടുള്ളൊരു പെരുമാറ്റം അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തുകൊണ്ട് അവിടെ പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറയാറില്ലേ ചെറുപ്പത്തിലെ, അതായത് മുതിർന്നവരോട് നമ്മൾ ബഹുമാനത്തോടെ പെരുമാറണം, അവരോട് തെറ്റല്ലേ അവർ ചെയ്തത്, അപ്പോൾ നമുക്ക് ചോദിക്കാം. പക്ഷെ എനിക്കത് സാധിക്കുന്നില്ല. പണ്ടേ ഞാൻ ശീലിച്ചു പോന്നതും പറഞ്ഞു വന്നതും അമ്മ ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും എനിക്കത് സാധിക്കുന്നില്ല. അപ്പോൾ ടീച്ചേഴ്സ് ആയാലും എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞാൽ പോലും തിരിച്ചൊന്ന് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്, ഈ പ്രതികരണ ശേഷി ഇല്ലായ്മ എന്നുള്ളതിനെ കുറിച്ച്. ആ മകനാണോ മകളാണോ? മകൻ. ആ മകൻ ആ അമ്മയോട് തുറന്നു പറഞ്ഞത് തന്നെ അവൻ്റെ ഒരു വലിയൊരു വ്യക്തിത്വമാണ്. പക്ഷെ അവനവിടെ പ്രതികരിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ അവനത് പ്രതികരിച്ചില്ല. കാരണം അവൻ പറഞ്ഞത് എന്നെക്കാളും മുതിർന്ന ഒരാളല്ല, എനിക്കത് സാധിക്കുന്നില്ല എന്നാ പറയുന്നത്.
പക്ഷേ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു എക്സ്പ്രസ്ഡ് ഇമോഷൻ നടന്നു. അപ്പൊ അതൊരു ഇഞ്ചുറി ആയിട്ട് അവര് തന്നെ ഒതുങ്ങി നിൽക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു മുറിവ് തന്നെ വേറൊരാൾക്ക് കൊടുക്കണം എന്നൊരു മനോഭാവത്തിലേക്കല്ല. ഒരു അമ്മ എന്ന സ്ഥാനത്ത് എനിക്ക് എങ്ങനെയാ അവനോട് എന്ത് പറയാൻ സാധിക്കും? ഇവിടെ എന്താണ് ഞാൻ കൊടുക്കേണ്ട ഒരു ഉത്തരം? ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചില കാര്യങ്ങളിൽ കുട്ടികളെ തന്നെ സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, എവിടെയൊക്കെ പ്രതികരിക്കണം, എവിടെയൊക്കെ പ്രതികരിക്കാതിരിക്കണം എന്നുള്ളത്. ചില സന്ദർഭങ്ങളിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അനാവശ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇന്ന് സമൂഹത്തിൽ കൂടി വരുന്നുണ്ട്, ആവശ്യമില്ലാത്ത തരത്തിലും. കാരണം ചില നിയമവ്യവസ്ഥിതികൾ പച്ചയായ മനുഷ്യന്റെ കാര്യങ്ങൾ കേൾക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെയുള്ള പഴുത് അടച്ചു കളഞ്ഞിട്ടുള്ള നിയമ സംവിധാനങ്ങൾ നമുക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ ഒരു സമയത്ത് എസ്കേപ്പ് ചെയ്യാൻ സാധിച്ചിരുന്നോ? ഓക്കെ. രണ്ടാമത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, ചില സമയങ്ങളിൽ കുട്ടികൾക്ക് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിയുമ്പോൾ അവരുടെ ചിന്ത ഞാൻ മൂലമാണ് ആ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്, അപ്പം ഞാനാണ് അതിൻ്റെ അകത്ത് കുറ്റവാളി. അപ്പം സ്വയം, അതായത് നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു ബോധം, ഒരു അനാവശ്യമായ കുറ്റബോധത്തിലേക്ക് കുഞ്ഞിനെ അതും ചിലപ്പോൾ ചെറുപ്പത്തിലെ അവര് നീയാണ് കുറ്റം, നിനക്കാണ്, അത് പറഞ്ഞ് ശീലിപ്പിച്ചതിന്റെ ഒരു തകരാറായിരിക്കണം. ഇപ്പം അത് തന്നെ ഈ കുട്ടികൾക്ക് ചില മോറൽ ഇഞ്ചുറീസ് ഉണ്ടാകാം. സാറായാലും അതായത് ഇപ്പൊ ഈ കുട്ടിയാണ് എന്നോട് ഇങ്ങനെ ചോദിച്ചത്, ഇവൻ മുതിർന്ന ഒരു ജോലി സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവൻ ഇതുപോലെ ഇവനേലും മുതിർന്നവരായിരിക്കാം ചിലപ്പോൾ ഇവനെ നിയന്ത്രിക്കേണ്ടി വരുന്നത്. പക്ഷെ അപ്പോഴെല്ലാം തെറ്റായത് കാണുമ്പോൾ പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവൻ വന്നാൽ അപ്പൊ അത് ഇതൊരു വ്യക്തമായിട്ടുള്ളൊരു ക്ലാസ് എടുത്ത് കുട്ടിയെ, അതൊരു ഡെവലപ്പിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിലീജിയൻ അതിനൊരുപാട് മേഖലയില്, ജോലി സ്ഥലങ്ങളിൽ ഒരുപാട് ചൂഷണങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ആ ചെറുപ്പത്തിൽ തന്നെ അവനൊരു കുടുംബത്തിൽ അംഗമായിരിക്കുമല്ലോ. അവൻ ഏത് മതത്തിൽപ്പെട്ടതായാലും, ഇപ്പൊ നമ്മുടെ ക്രിസ്തു മതത്തിലാണെങ്കിൽ ആ ബൈബിൾ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് അവൻ്റെ മനസ്സാക്ഷിയെ രൂപീകരിച്ചു കൊണ്ടുവരിക ഒന്ന്. മറ്റൊരു ഹിന്ദു മതമാണെങ്കിൽ അവന് കിട്ടുന്ന ആ മതത്തിൻ്റെതായ വാല്യൂസ് ആയിരിക്കുമല്ലോ. എല്ലാ മതങ്ങളിലും നന്മയാണല്ലോ പറയുന്നത്. അത് നമ്മളത് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ കുറച്ച് തെറ്റിപ്പോകുന്നു എന്നുള്ളൂ. സത്യത്തിൽ നന്മയുണ്ട്. ആ നന്മയിലൂടെ നമുക്ക് ആ കുടുംബങ്ങളിലെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ടൊക്കെ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തന്നെയും, അതുപോലെ ടീച്ചേഴ്സിന് ഭയങ്കരമായ ഇതുണ്ട്. ഇപ്പോൾ ടീച്ചർ ഒരു അമ്മയുമാണ് ടീച്ചറുമാണ് അല്ലേ. അപ്പോൾ ഈ കുട്ടിയുടെ ഈ ഒരു അനുഭവം തന്നെ ടീച്ചറിനൊരു വലിയൊരു മനസ്സ് തുറന്നേക്കാണ്. അപ്പം ഇത് തന്നെ നമുക്ക് അവിടെ ടീച്ചറായിട്ട് നിൽക്കുമ്പോൾ മറ്റു കുട്ടികളുടെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് എങ്ങനെ കൈകാര്യം ചെയ്യാനൊക്കെ ടീച്ചറിന് തന്നെ സ്വയം നമുക്ക് റിലീജിയസ് ആയിട്ടും സയൻറ്റിഫിക് ആയിട്ടും അതിനെ നമ്മൾ പഠിച്ച് അത് കൈകാര്യം, അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ഉണ്ടല്ലോ, അവരോട് അഭിപ്രായം ചോദിക്കാം. അങ്ങനെ അവനൊരു മുറിവേക്കാത്ത രീതിയിൽ അതിനെ അങ്ങനെ നമുക്ക് സമൂഹത്തെ ഒരാളെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ കൂടുതൽ ആൾക്കാരിലേക്ക്, കുട്ടികളിലേക്കൊക്കെ കയറി അവരുടെ വ്യക്തിത്വത്തെ. നമ്മൾ സമൂഹത്തിലായാലും കണ്ടുവരുന്നത് അങ്ങനെയാണല്ലോ, പലർക്കും പല നിയമങ്ങളാണ്, അത് ധാർമ്മികമായിട്ടുള്ള ചുതിയാണ് നമുക്ക് എല്ലാവരുടെയും കണ്ടുവരുന്നത്. നമ്മുടെ ഒരു പേഴ്സണൽ കൺവിക്ഷൻ, അതായത് നമ്മുടെ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാട് ധാർമ്മിക ബോധത്തോടെ അല്ലെ മൂല്യങ്ങളോടെ, വാല്യൂസിനോട് ഉണ്ടാവണം. അത് മാതാപിതാക്കളുടെ ഒരു കടമ തന്നെയാണ്. അത് പഠിപ്പിച്ചു കൊടുക്കുക, അത് മനസ്സിലാക്കി കൊടുക്കുക. ഇനി ആ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു അപചയം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രസൻസ് ഉണ്ടാവേണ്ട ആവശ്യമില്ല. അത് നമ്മൾ അങ്ങനെ നിലനിൽക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള കാര്യം തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒരു പതിറ്റാണ്ടിലധികം ഗുഡ്നസ് ടിവിയോടൊപ്പം ആത്മീയ ജീവിതയാത്ര നടത്തിയ പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ സാഭിമാനം സമർപ്പിക്കുന്നു. OTT പ്ലാറ്റ്ഫോമായ ആമസോൺ ഫയർ സ്റ്റിക്കിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. നമ്മളിപ്പോൾ ഈ ഒരു മോറൽ ഇഞ്ചുറി എന്നൊരു ടേം ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം ചിലർക്ക് മനസ്സിലുണ്ടാകാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഇങ്ങനെ ഒരു രോഗമുണ്ടോ, ഒരു രോഗത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു നമ്മുടെ ICD ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസോർഡർ ലോ അല്ലെങ്കിൽ DSM-4 ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സിലൊന്നും കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഒരു രോഗനിർണയമല്ല ഇത് മോറൽ ഇഞ്ചുറി. പക്ഷേ
ഈ മോറൽ ഇഞ്ചുറി രോഗത്തിലേക്ക് നയിക്കാം. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ചില ധാർമ്മിക രോഷങ്ങളുണ്ടാകും. അപ്പൊ ഈ ധാർമ്മിക രോഷങ്ങള് ചിലരിൽ അത് അവിടെ നിന്ന് പതുക്കെ പതുക്കെ നമ്മൾ പറയും ബാക്ടീരിയ വൈറസ് ഒക്കെ പോലെ. ഇതെങ്ങനെ മാനസിക ആരോഗ്യത്തെ ഏതൊക്കെ രീതിയിലുള്ള രോഗങ്ങളിലേക്കാണ് അത് നയിക്കുന്നത്? ശരിക്കും ഇതുപോലുള്ള ഒരു, അതായത് മോറൽ ഇഞ്ചുറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വരാറില്ല നമ്മുടെ അടുക്കയിൽ. നമ്മുടെ അടുക്കൽ സാധാരണയായിട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പം ഡിപ്രസീവ് ഫീച്ചേഴ്സ് ആയിരിക്കും. ഇപ്പം ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത് ഈ ഒരു ആന ചവിട്ടിക്കൊന്ന ഒരാളുടെ ന്യൂസ് കേൾക്കുന്നു, അവരുടെ കുടുംബത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് തൊട്ട് ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ വല്ലാത്തൊരു വിഷമമാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം പറയണത്, മനുഷ്യന് വില കൽപ്പിക്കാത്ത ഒരു നാട്ടിലാണോ ഞാൻ ജീവിക്കുന്നത്? അപ്പോൾ ഒരു അനാവശ്യമായ ഒരു കുറ്റബോധം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ടാകുന്നതാണ് ഉത്കണ്ഠ, ഉറക്കം കുറവ്, അല്ലെങ്കിൽ ഉറക്കം കൂടാം, അല്ലെങ്കിൽ ജോലിക്ക് പോകാനായിട്ട് താല്പര്യമില്ലായ്മ, ബാക്കി ഒരു അവസ്ഥകളോടും സ്റ്റേറ്റുകളോടും ഒന്നും, അതായത് ഇപ്പോൾ ഒരു ഭരണ സംവിധാനത്തോടൊന്നും കൂറ് പുലർത്താനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥ, എല്ലാത്തിനെയും എതിർക്കണം എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് വരിക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളായിരിക്കാം ഒരു ഡിപ്രഷൻ. നമ്മൾ ക്ലിനിക്കലി നോക്കുമ്പോൾ ഡിപ്രഷനാണ്, പക്ഷെ അതിന്റെ എറ്റിയോളജി, അതായത് കാരണം നോക്കുമ്പോഴാണ് പലതിനോടുള്ള പ്രതികരണങ്ങൾ പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ അവൻ കടന്നു പോകുന്നതിലൂടെയാണ് ഈ രോഗങ്ങളിലേക്ക് വരുന്നത്. അപ്പം പലപ്പോഴും നമ്മുടെ കൈകളിൽ കിട്ടുമ്പോൾ അത് മാനിഫെസ്റ്റേഷൻ ഓഫ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഉത്കണ്ഠയാവാം, ഡിപ്രഷൻ ആകാം, അല്ലെങ്കിൽ പഠനത്തിൽ ഏകാഗ്രത കിട്ടുന്നില്ല, അല്ലെങ്കിൽ ജോലിയിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അല്ലെങ്കിൽ ഇത് വൈവാഹിക ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടേംസിലാണ് നമ്മുടെ അടുക്കൽ കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഇതിൻ്റെ കാരണങ്ങളിലേക്ക് കടന്നു ചെന്ന് കഴിയുമ്പോഴാണ് ഇതേപോലത്തെ ഒരു ടെർമിനോളജി ഉണ്ടെന്നുള്ളതും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ കൊണ്ടാണ് എന്നും മനസ്സിലാകുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നമുക്കും തോന്നിയിട്ടില്ലേ, ചില കാര്യങ്ങളോടൊക്കെ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല, അത് സോഷ്യലി അക്സെപ്റ്റബിൾ ആയി കഴിഞ്ഞു. പക്ഷേ അത് മനുഷ്യന് മുഴുവനും, ചിലപ്പോൾ ഒരു പ്രത്യേക മതവിശ്വാസികൾക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക തലത്തിലെ പ്രൊഫഷണൽസിനാകാം, അവർക്കത് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. പക്ഷെ അതാരും മനസ്സിലാക്കുന്നില്ല. കാരണം ഒരു കൂട്ടമായിട്ട് ബാധിക്കുന്നത് കൊണ്ട് എൻ്റേതെന്ന് ഏറ്റെടുത്ത് ആർക്കും അതിനെ എതിർത്ത് നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ എതിർത്ത് നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ഉള്ളിലേക്ക് നമ്മുടെ ഇന്റേണലി ആ എതിർപ്പ്, രോഷം, ആ ഒരു കോപം, വിഷമമൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ എങ്ങനെയാണ് ഒരു ആരോഗ്യപരമായ രീതിയിൽ അവരെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഇതേപോലെയുള്ള ഒരു കേസസ് ഒക്കെ നമ്മൾ വരുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് നമ്മൾ പറയും സൈക്കോളജിയിൽ, പ്രത്യേകിച്ച് ക്ലിനിക്കൽ സൈക്കോളജിയിൽ, നമ്മളൊരാളുടെ രോഗവിവരം കേൾക്കുമ്പോൾ അതിന് പെട്ടെന്നുള്ള ചികിത്സാവിധികൾ എഴുതുകയല്ല. അപ്പോൾ ചില രോഗങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ട്രീറ്റ്മെൻറ്റുകൾ, മെഡിസിൻസ് കൊടുക്കേണ്ടതായിട്ട് വരും, ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, പക്ഷെ എങ്കിലും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അതിൻ്റെ അകത്ത് ചെയ്യുന്നത് അതിൻ്റെ ഒരു മെൻ്റൽ സ്റ്റേറ്റസ് കണ്ടീഷനിലേക്ക് പോകുന്നുണ്ട്. അവരുടെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥ എന്താണ്, അവരുടെ ഇപ്പോഴത്തെ ഒരു തോട്ട് പ്രോസസ്സിങ്, അതായത് ചിന്താ മണ്ഡലം എങ്ങനെയാണ്, ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ തിങ് എന്താണ്, അവൻ വളർന്നു വന്ന സാഹചര്യം എന്താണ്, ഇവൻ ഇതിനു മുൻപ് ഏത് രീതിയിലാണ് പ്രതികരിച്ചിരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് സമഗ്രമായിട്ട് ആലോചിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ കുഞ്ഞ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി വളർന്നു വന്ന സാഹചര്യം. ചിലർക്ക് ഒരു നല്ലൊരു ചൈൽഡ്ഹുഡൊക്കെ ആയിരിക്കാം, കുഴപ്പമൊന്നുമില്ല, സന്തോഷകരമായിട്ട് പോയി. ഒരു അഡോളസെൻ്റ് ഏജിലായിരിക്കാം അവർക്ക് ആ നെഗ്ലിജൻസ് അനുഭവിക്കേണ്ടി വന്നു, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരുന്നു, മറ്റുള്ളവരെന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് വരുന്നു. അപ്പോൾ അവിടെ മുതലായിരിക്കാം പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. കൂടുതലും ഈ കൗമാര പ്രായക്കാരിലും യുവാക്കളിലും യുവതികൾ ആ ഒരു യൗവന കാലഘട്ടത്തിലാണ് കൂടുതലും നമ്മുടെ നിയമ സംവിധാനത്തിനോടും അതുപോലെ സമൂഹത്തിനോടും തന്നെ ഒരു എതിർപ്പും ഒരു പ്രതിഷേധവും ഒക്കെ ഇവരിൽ കാണുന്നത്. ഒന്നിനോടും പ്രതികരിക്കാൻ പറ്റുന്നുമില്ല. പക്ഷേ ഇതിനെല്ലാം അവരെ എതിർക്കുകയാണ്. അവർക്ക് നമ്മുടെ നാടിനെ തന്നെ ഇഷ്ടമില്ലാത്തൊരു രീതിയിലാണ് ഇന്നത്തെ യൗവനം കടന്നു പോകുന്നത്. അതായത് ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് നമ്മൾ പറയും. ഇനി ഇതിൻ്റെ ഒരു ചികിത്സാ രീതികളിലേക്കൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയണം, ഇമ്മീഡിയറ്റ്ലി വരുന്ന ഒരു പ്രോബ്ലത്തിന് നമ്മൾ ലക്ഷണങ്ങൾക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നീട് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു റിയാലിറ്റി ഓറിയൻറ്റേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം ഇന്നൊരു കാര്യം സംഭവിച്ചു, ഓക്കെ, ആ ഒരു കാര്യം സംഭവിച്ചു എന്നതിൻ്റെ വെളിച്ചത്തിൽ
നിങ്ങളുടെ ജീവിതം ഇല്ലാണ്ടാക്കിയാൽ, അല്ലെ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ട ഒരു അനുദിന ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അതുമൂലം ആർക്കാണ് നഷ്ടം ഉണ്ടാകുന്നത്? അപ്പൊ അവനെ ചിന്തിപ്പിക്കുകയാണ്. ശരിയാണ്, ആ ഒരു പ്രത്യേക സാഹചര്യം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് വന്നു പോയേക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഡ്രൈവേഴ്സ് ചിലപ്പോഴൊക്കെ നമ്മുടെ അടുക്കയിൽ വരുന്ന ചില ക്ലയൻസ് നമ്മൾ പറയും, സിസ്റ്ററെ അന്നത്തെ ഒരു ഡ്രൈവിങ്ങോട് കൂടി കഴിഞ്ഞ് എൻ്റെ മനസ്സ് മൊത്തം പതറിപ്പോയി, ഇനി എനിക്ക് വണ്ടി എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് വണ്ടി ഓടിക്കുന്നവരെ കാണുമ്പോഴെനിക്ക് എൻ്റെ ഹൃദയം ഇടിക്കുന്നു, അല്ലെ വണ്ടി കാണുമ്പോഴത്തേക്കും എനിക്ക് ആങ്സൈറ്റി, ആക്സിഡന്റ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ പാൽപിറ്റേഷൻ കൂടുന്നു എന്നൊക്കെ പറയും. അപ്പൊ അവിടെ നമ്മൾ ആ ഒരു റിയാലിറ്റിയെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഓക്കെ, മേ ബി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനൊരു കാര്യം സംഭവിച്ചിരിക്കാം, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല. ഓക്കെ, നിങ്ങൾക്ക് അതിൽ ഒരു കുറ്റബോധമുണ്ട്. പക്ഷേ ഈ കുറ്റബോധം അമിതമായി കഴിഞ്ഞാൽ, ഒരു സെൽഫ് ബ്ലെയിമിങ്, നമ്മളെ സ്വയം കുറ്റപ്പെടുത്തുന്നത് അമിതമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഇനി വണ്ടി എടുക്കത്തേ ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോഴൊക്കെ രോഗാവസ്ഥയാവും അല്ലേ? അതൊരു ഡിസ്ഫങ്ഷനായി. രോഗാവസ്ഥയേക്കാൾ കൂടുതൽ ഡിസ്ഫങ്ഷൻ. കാരണം ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാള്, ലൈസൻസ് ഉള്ള ഒരാള്, ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരുന്ന ഒരാള് ഈ ഒരു സംഭവത്തെ പ്രതി മാത്രം ഞാൻ ചെയ്യില്ല എന്ന് പറയുമ്പോൾ അതൊരു ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള മോറൽ ഇഞ്ചുറിയാണ്. അപ്പൊ അവിടെ നമ്മളത് മാറ്റി കൊടുക്കാൻ ഒരു ഓറിയന്റേഷൻ, നമുക്ക് റിയാലിറ്റി ഓറിയന്റേഷൻ, വാട്ട് ഈസ് ദിസ്, എന്താ ഇപ്പോൾ മെഡിസിൻ സഹായിക്കുമോ? നമുക്കവിടെ മെഡിസിൻ്റെ കാര്യം കൂടുതലും ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ ആങ്സൈറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഉത്കണ്ഠ ഒന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഉറക്കം അതുമൂലം നഷ്ടപ്പെടുന്നു. ചില ആക്സിഡൻറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സംവിധാനത്തിലൊക്കെ ആ ഒരു സമയത്തൊക്കെ നമുക്ക് വേണ്ടത് ഉറക്കത്തെ റെഗുലേറ്റ് ചെയ്യാനുള്ള തരത്തിലുള്ള മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്നതാണ്. സാധാരണ സൈക്കാട്രിസ്റ്റാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് മെഡിസിൻസ് കൊടുക്കുന്നു. പിന്നീട് വേണ്ട റിലാക്സേഷനാണ്. പലതരത്തിലുള്ള റിലാക്സേഷൻ മെത്തേഡ്സ് നമ്മൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ പറയുന്നത് ആക്ടിവിറ്റി സ്കെഡ്യൂളിംഗ് എന്ന് പറയും. അതായത് ഒരു ദിവസം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പം എല്ലാം തകിടം മറിഞ്ഞ് കിടക്കുവാണ്. അപ്പം അതിനെ നമ്മൾ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു. അവിടെ നമ്മളൊരു ബിഹേവിയർ കോൺട്രാക്റ്റ് ഒക്കെ വെക്കുന്നു. ഓക്കെ, നീ ഇന്ന കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യണം, വേറൊരു ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ അയാൾ ഏതിൽ നിന്നെല്ലാം മാറി നിന്നോ അതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മോറൽ ഇഞ്ചുറി ഉണ്ടായവര് ഒരു അക്രമാസക്തരാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കണം. ഇവരുടെ ആറ്റിറ്റ്യൂഡ്, റിയാക്ഷൻ മെത്തേഡ് എങ്ങനെയാണ്? അഡിക്ഷൻസിലേക്കും പോകാനുണ്ട്. തീർച്ചയായിട്ടും അഡിക്ഷൻ്റെ ഒരു കാരണം പറയുന്നത് പോലും ഇതേപോലെ കെട്ടിക്കിടക്കുന്ന വികാര വിക്ഷോഭങ്ങളും ഈ ഒരു തരത്തിലുള്ള മോറൽ ഇഞ്ചുറിയൊക്കെയാണ്. ഇപ്പം ചില കേസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കുട്ടിയുടെ അതായത് ആ വ്യക്തിയുടെ അച്ഛൻ മദ്യപിച്ചു കൊന്ന് അമ്മയെ തല്ലി, അല്ലെങ്കിൽ അമ്മയ്ക്ക് വീട്ടിൽ ബഹളം ഉണ്ടാക്കി. ഈ കുട്ടിയുടെ മനസ്സിലും ഇതേപോലെയുള്ള ഒരു മുറിവ് അവിടെ പറ്റി കിടക്കുകയാണ്. അതായത് വൈകാരികമായൊരു മുറിവ്. പക്ഷെ ഈ മുറിവ് രണ്ട് രീതിയിൽ പ്രതികരിക്കപ്പെടാം. ഒന്ന്, ഇല്ല ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോവില്ല, ഞാൻ മൂലം വേറൊരാൾ വിഷമിക്കാൻ പാടില്ല. ഇതേപോലെ തന്നെ വേറൊരു ഡൈമെൻഷൻ ഇയാൾക്കുണ്ടാവാം, ഞാൻ ഇതിന് പ്രതികാരം ചെയ്യും, പ്രതികാരം വീട്ടും. അപ്പൊ ആ ഒരു പ്രതികാരം വീട്ടുമെന്ന് പറഞ്ഞ് പോകുന്നത് അടുത്ത ജനറേഷനെ ബാധിക്കും. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ആ ഒരു ഓറിയന്റേഷൻ നമ്മൾ കൊടുത്ത് ആക്ടിവിറ്റി സ്കെഡ്യൂളിങ്ങിലേക്കൊക്കെ കൊണ്ടുവന്ന്, ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ മതാത്മകപരമായും ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ പറയും ചില മാനസികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള മുറിവുകളെ മനുഷ്യർക്കോ ശാസ്ത്രത്തിനോ ഉണക്കാൻ പറ്റില്ല. അവിടെ ദൈവം ഇടപെടണം. അവിടെ നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ ആ ഒരു കരസ്പർശത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിട്ടുകൊടുക്കണം. ആന്തരിക സൗഖ്യ ധ്യാനങ്ങളൊക്കെ പോലെ. തീർച്ചയായിട്ടും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയത്ത് നമുക്കല്ല അവിടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ ചില കേസസ് ഒക്കെ നമ്മൾ എടുത്തൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു റിസൾട്ടൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ഇത്രമാത്രം അയാളിൽ എങ്ങനെ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നത്. അതായത് ഒരാളുടെ മനോഭാവങ്ങളെ ഏറ്റവും നന്നായിട്ട് അറിയാനും തൊടാനും സാധിക്കുന്നത് ദൈവത്തിനാണ്. അപ്പോൾ ആ ഒരു വിട്ടുകൊടുക്കൽ അവിടേക്കാണ് നമ്മൾ കൂടുതലും കുടുംബത്തിൽ നമ്മൾ പറയും മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് വരുന്നതുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന കാര്യങ്ങൾ.
അപ്പം ആ ഒരു സമയത്ത് ചിലപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ആയിരിക്കാം ഇവർക്ക് ഈ മോറൽ ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നത്. കുട്ടികളല്ലേ, പ്രതികരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ മേ ബി ആ ഒരു പ്രാർത്ഥനയുടെയൊക്കെ സമയങ്ങളിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ സൗഖ്യപ്പെടുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു ചർച്ച ശ്രവിച്ചിരുന്ന അല്ലെങ്കിൽ ഈ പ്രേക്ഷകർക്ക് മനസ്സിലായേക്കണ ഒരു കാര്യം, ഈവൻ നമ്മളിലൊരു മോറൽ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഉണക്കണം. അതുപോലെ തന്നെ വേറൊരാൾക്ക് ഒരു മോറൽ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന് ആ ഒരു രീതിയിലോ അയാൾ സംസാരിക്കുമ്പോഴോ ഇടപെടുമ്പോഴോ അയാളെ സഹാനുഭൂതിയോടുകൂടി അയാളെ ശ്രവിക്കാനും അയാളെ സഹായിക്കാനും ഉള്ള ഒരു സന്നദ്ധത ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മുടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മതപരമായ തലങ്ങളിൽ നടക്കുന്ന ഈ മൂല്യച്യുതികൾക്ക് അല്ലെങ്കിൽ ഒരു മോറൽ ഇഞ്ചുറികൾക്ക് നമ്മളെല്ലാവരും അതിനെ ഉണക്കാനായിട്ട് ബാധ്യസ്ഥരാണ് എന്നൊരു കാര്യമാണ്. മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണയ്ക്കും അതുപോലെ ഡോക്ടർ ടോമിനും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച പുതിയൊരു വിഷയവുമായി ഇതേ ദിവസം ഇതേ സമയം നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ഏറെ സ്നേഹത്തോടെ ഏവർക്കും നന്ദി.